രാവിലെ തന്നെ വണ്ടി എടുത്തോണ്ട് തൃപ്പൂണിത്തറയ്ക്കാണ് കേട്ടോ പോകുന്നത്. സ്കൂൾ തുറക്കാറായാലും ഇനിയും പർച്ചേസ് ചെയ്തില്ലെങ്കിൽ കളക്ഷനൊന്നും കിട്ടാതെ ആയാലോ. നേരെ പോയി പിള്ളേർക്ക് രണ്ടുപേർക്ക് ഓരോ ഷേക്കും വാങ്ങിച്ചു കൊടുത്ത് ഞാനൊരു മൊജിറ്റോയും ബ്ലൂബെറി മൊജിറ്റോയും കുടിച്ചിട്ട് നേരെ റിയൽ ബസാറിലേക്കാണ് പോയത്. വമ്പൻ ഡിസ്കൗണ്ട് നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞാണ് കേട്ടോ റിയൽ ബസാറിലേക്ക് ഞങ്ങൾ പോയത്. ചെന്നപ്പോഴെന്താ കേട്ടതെല്ലാം ശരിയായിരുന്നു. സ്കൂൾ ബാഗിൻ്റെ കളക്ഷൻ ഒത്തിരി ഉണ്ട് കേട്ടോ. നമുക്ക് ഏത് സെലക്ട് ചെയ്യണമെന്ന് കൺഫ്യൂഷനായി പോകുവേ. നോട്ട് ബുക്കുകളാണെങ്കിലും 5 ബുക്ക് എടുത്താൽ 6 ബുക്ക് ഫ്രീ എന്നുള്ള ഇതിലായിരുന്നു കേട്ടോ. ചെരുപ്പിൻ്റെ സെക്ഷനിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ വിമൻസിനും കിഡ്സിനും ഒക്കെ ഒത്തിരി സെലക്ഷൻ ഉണ്ട് കേട്ടോ. എറേസർ, കട്ടർ, അതൊക്കെ വെറൈറ്റി ടൈപ്പും നല്ല ക്യൂട്ടായിട്ടുള്ള എറേസറും കട്ടറും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. വാട്ടർ ബോട്ടിലിന് വേണ്ടിയിട്ട് 2 റാക്ക് തന്നെ ഇട്ടിരിക്കുകയാണ് കേട്ടോ. സ്റ്റീൽ വേണമെങ്കിലും ക്യൂട്ട് വേണമെങ്കിലും ഏത് ടൈപ്പ് വാട്ടർ ബോട്ടിൽ വേണമെങ്കിലും അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ലഞ്ച് ബോക്സുകളാണെങ്കിലും ഒത്തിരി ലഞ്ച് ബോക്സുകളുണ്ട് കേട്ടോ. കൺഫ്യൂഷനായി പോകും നമുക്ക് ഏതെടുക്കണം എന്നുള്ളത്. പിന്നെയുള്ളത് പെൻസിൽ ബോക്സുകളാണ് കേട്ടോ. പെൻസിൽ ബോക്സുകൾ ഒത്തിരി വെറൈറ്റീസ് ഉണ്ട്. നമ്മൾ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത ടൈപ്പുകൾ പെൻസിൽ ബോക്സുകൾ വരെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. പിള്ളേർക്കാണെങ്കിൽ മണിച്ചിത്രത്താഴിലെ ഗംഗയുടെ അവസ്ഥയായിരുന്നു കേട്ടോ. ഏതെടുക്കണമെന്നുള്ള കൺഫ്യൂഷനും അതെടുത്ത് കാണിച്ചു തരാനുള്ള ഇൻട്രസ്റ്റും ഒക്കെ ഉണ്ട്. ഞാൻ തന്നെ ഞെട്ടിപ്പോയേ. ഈ സ്കൂൾ ഐറ്റംസ് മാത്രമല്ല, ഒരു വീട്ടിലേക്ക് വേണ്ട പാത്രങ്ങൾ, ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ ഐറ്റംസ്, ക്ലീനിങ്ങിന് വേണ്ട സാധനങ്ങളെല്ലാം ഉണ്ടായിരുന്നേ. വെറൈറ്റി ടൈപ്പ് ബ്രൗൺ പേപ്പറും ഉണ്ടായിരുന്നേ. അല്ലാതെ ഡ്രസ്സ് വേണമെന്നുള്ളവർക്ക് ഡ്രസ്സും എടുക്കാം കേട്ടോ. കൊറിയൻ ടോപ്പും ഒത്തിരി ടൈപ്പ് ഡ്രസ്സുകളും ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. പിന്നെ നേരെ പോയി ഫുഡ് അടിക്കാനാണ് പോയത്. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വന്നു കേട്ടോ. ഇനി പർച്ചേസ് ചെയ്യാനുള്ളവരൊക്കെ വേഗം പോയി പർച്ചേസ് ചെയ്തോ കേട്ടോ. എങ്ങാനും തീർന്നു പോയാലോ.